കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിച്ചിരിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 9 ലക്ഷത്തോളം പേരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. പുതിയ വോട്ടർ പട്ടിക പ്രകാരം 2.69 കോടി വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. അതായത് 2,69,00,000. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒക്ടോബറിലേതിൽ നിന്ന് 9 ലക്ഷത്തിനടുത്ത് വോട്ടർമാർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച വോട്ടർ പട്ടികയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 16 ലക്ഷത്തോളം ആളുകൾ പുറത്തായിട്ടുണ്ട് എന്നാണ് കണക്ക്. ഡിസംബർ 23 പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ 2.54 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അന്തിമ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി സമർപ്പിക്കാൻ അവസരമുണ്ട്. അന്തിമ പട്ടികയിൽ പേരുണ്ടോ എന്നറിയുന്നതിന് electoral.search.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. 3 രീതിയിൽ അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി സാധിക്കും. എപ്പിക് നമ്പർ ഉപയോഗിച്ചോ? എപ്പിക് നമ്പർ എന്ന് പറയുന്നത് വോട്ടർ ID കാർഡ് നമ്പറാണ്. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ? അതുമല്ലെങ്കിൽ പേരും ബന്ധുക്കളുടെ വിവരങ്ങളും നൽകിയോ? ഇത് പരിശോധിക്കാം. നൽകുന്ന വിവരങ്ങൾ കൃത്യമാണ് എങ്കിൽ വെബ് പേജിൽ താഴെ നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും തെളിഞ്ഞു വരും. ഒന്നാമതായി എപ്പിക് നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് അതൊന്ന് നോക്കാം. electoral.search.eci.gov.in എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ എത്തിച്ചേരുക വോട്ടേഴ്സ് സർവീസ് പോർട്ടലിന്റെ പേജിലേക്കാണ്. ഇവിടെ സെർച്ച് ചെയ്യുന്നതിന് 3 ഓപ്ഷനുകൾ നൽകിയിരിക്കും. സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ. ഇതിൽ സെർച്ച് ബൈ എപ്പിക് ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന ഭാഗത്ത് എപ്പിക് നമ്പർ അഥവാ തിരിച്ചറിയൽ കാർഡ് നമ്പർ നൽകി സംസ്ഥാനത്തിന്റെ പേരും സെലക്ട് ചെയ്ത് ക്യാപ്ഷ കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകിയാൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടും. മറ്റൊന്ന് സെർച്ച് ബൈ ഡീറ്റെയിൽസ് ആണ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ഭാഗത്ത് നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും നൽകണം. അതായത് പേര്, ബന്ധുവിൻ്റെ പേര്, ജനന തീയതി, വയസ്സ്, ലിംഗം എന്നിവ നൽകണം. സംസ്ഥാനത്തിന്റെ പേര് മുകളിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ജില്ലയും അസംബ്ലി മണ്ഡലത്തിന്റെ പേരും കൂടി നൽകി ക്യാപ്ഷ കൃത്യമായി നൽകി സെർച്ച് ചെയ്താൽ പേര് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ കാണാം. മറ്റൊരു ഓപ്ഷനാണ് സെർച്ച് ബൈ മൊബൈൽ. നേരത്തെ പോലെ സംസ്ഥാനത്തിന്റെ പേര് സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകി സെൻഡ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ OTP വരും. അത് നൽകി ക്യാപ്ഷയും കറക്റ്റായി എൻ്റർ ചെയ്താൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ക്യാപ്ഷ എന്താണെന്ന് പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന ഈ കോഡുകളാണ് ക്യാപ്ഷ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് വേണം ടൈപ്പ് ചെയ്യാൻ. അന്തിമ പട്ടികയിലും പേര് ഒഴിവാക്കപ്പെട്ടവർക്ക് അപ്പീൽ നൽകാൻ ഇനിയും അവസരമുണ്ട്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ 1ാം അപ്പീൽ അധികാരിയായ ജില്ലാ കളക്ടർക്ക് 1ാം അപ്പീൽ നൽകാം. ജില്ലാ കളക്ടറുടെ തീരുമാനത്തിലും എതിർപ്പുണ്ട് എങ്കിൽ 2ാം അപ്പീൽ അധികാരിയായ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപ്പീൽ നൽകാൻ സാധിക്കും. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപടികൾ പൂർത്തിയാക്കിയത്. എന്യൂമറേഷൻ നടപടികളെല്ലാം ഈ പട്ടിക അടിസ്ഥാനമാക്കിയായിരുന്നു. ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ആകെ 2,78,50,855 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 2,69,53,644 വോട്ടർമാരും. അതായത് 8.97 ലക്ഷം വോട്ടർമാരുടെ കുറവ്. എന്യൂമറേഷനും ഹിയറിംഗും അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 1,31,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീ വോട്ടർമാരുമാണ് അന്തിമ പട്ടികയിലുള്ളത്. പ്രവാസി വോട്ടർമാരുടെ എണ്ണം 2,23,558 ആണ്. 54,110 സർവീസ് വോട്ടർമാരുണ്ട്. 18നും 19നും ഇടയ്ക്ക് പ്രായമുള്ള 4,24,518 വോട്ടർമാരുണ്ട്. 85 വയസ്സിൽ അധികമുള്ള 2,04,608 വോട്ടർമാരുമാണ് ഉള്ളത്. ട്രാൻസ്ജെൻഡർ വോട്ടർമാരുടെ എണ്ണം 277 ആണ്. ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 24.8 ലക്ഷം പേരെ ഒഴിവാക്കിയാണ് SIRന്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങിയിരുന്നത്. 2025 ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2,54,42,352 വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട്
സംസ്ഥാനത്താകമാനം ഹിയറിംഗ് നടന്നു. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ അപേക്ഷ നൽകിയവരിൽ നിന്നുൾപ്പെടെ പരിശോധന നടത്തി 15 ലക്ഷത്തോളം പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ, താമസ സ്ഥലം മാറിയവർ, ഇതിനോടകം ഉൾപ്പെട്ടവർ തുടങ്ങിയ കാരണങ്ങളാലാണ് ഇത്രയും പേരെ ഒഴിവാക്കിയത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ആയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ ഇനിയും പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരമുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ പരാതികളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്ന ജനുവരി 30 വരെ അപേക്ഷ നൽകിയവർ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം ഇപ്പോഴും പുരോഗമിക്കുന്ന പേര് ചേർക്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേന്ന് വരെ തുടരുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇവർ സപ്ലിമെന്ററി വോട്ടർ പട്ടികയിലാണ് ഉൾപ്പെടുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ eci.gov.in എന്ന ലിങ്ക് വഴിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ceo.kerala.gov.in എന്ന ലിങ്ക് വഴിയോ അതുമല്ലെങ്കിൽ BLOമാർ വഴി നേരിട്ടോ ആണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സാധാരണ വോട്ടർമാരാകാൻ ഫോം 6, പ്രവാസി വോട്ടർമാരാകാൻ ഫോം 6A എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തെറ്റാണ് എങ്കിൽ ഫോം 6 വഴി പുതിയ വോട്ടറായി ചേരാം. പ്രവാസിയാണെങ്കിൽ ഫോം 6A വഴിയാണ് അപേക്ഷിക്കേണ്ടത്.